ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അബുദാബിയിലെ ബാബ്സ് ഹിന്ദു മന്ദിർ എന്ന ക്ഷേത്രത്തിലേക്കാണ്. UAE തന്നെ ഏറ്റവും വലുതും ശില്പകലകളാൽ സമൃദ്ധവുമാണ് ഈ ഒരു ക്ഷേത്രം. ഇവിടുന്ന് ക്ഷേത്രത്തിലേക്ക് 118 കിലോമീറ്ററോളം യാത്ര വരുന്നുണ്ട്. അങ്ങനെ 1.5 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ നമ്മൾ ക്ഷേത്രത്തിന് അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ അമ്പലത്തിൻ്റെ മുകൾ ഭാഗത്തിൻ്റെ ഒരു വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു ഗൈഡ് ലൈൻസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ അങ്ങനെ നേരെ നടന്നു. അബുദാബിയിൽ അബു മുറൈഗ എന്ന സ്ഥലത്താണ് നമ്മുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 108 അടി ഉയരത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ കയറുന്നതിന് മുമ്പായിട്ട് ബാബ്സ് മന്ദിറിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മുടെ പേരും ഡീറ്റെയിൽസും രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന ബാർകോഡ് കാണിച്ചിട്ട് വേണം നമുക്ക് ഈ ക്ഷേത്രത്തിനകത്തേക്ക് കയറാൻ. അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നേരെ കയറി ചെല്ലുന്നത് ക്ഷേത്രത്തിൻ്റെ ഒരു വിസിറ്റേഴ്സ് സെൻറ്ററിലേക്കാണ്. ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ചൊക്കെ ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് തന്നെ നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഗോപുരവും കാണാൻ പറ്റും. ലോകത്തിലുള്ള എല്ലാവരുടെ ഐക്യവും സ്നേഹവും സഹിഷ്ണുതയും സൂചിപ്പിക്കുന്നതിനായിട്ട് പല രാജ്യങ്ങളുടെ ഐക്കണുകളും ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന് മുന്നിൽ നിന്ന് ധാരാളം പേർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇവിടുത്തെ സന്ദർശന സമയം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ്. പിന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഇവിടെ അമ്പലം അവധിയായിരിക്കും. ഇനി അവിടെ നേരെ അമ്പലത്തിലേക്ക് നടന്നു. അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു അമ്പലത്തിൻ്റെ ഫുൾ വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. BAPS അഥവാ ബാബ്സ് ഹിന്ദു മന്ദിർ എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഈ BAPS എന്നതിൻ്റെ പൂർണ്ണരൂപം ബോച്ചസൻവാസി അക്ഷർ പുരുഷോത്തം സ്വാമി നാരായൺ എന്നാണ്. ഈ കാണുന്നത് 6500 വർഷത്തിലേറെ പഴക്കമുള്ള ഓക്കുമരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. 2016 സബ്ഫോസിൽ ഓക്ക് എന്ന കമ്പനിയാണ് യൂറോപ്പിലെ ഒരു ഭൂഗർഭ വനത്തിൽ നിന്നും ഈ മരത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും അത് പോളിഷ് ചെയ്ത് ക്ഷേത്രത്തിന് സമ്മാനിക്കുകയും ചെയ്തു. അങ്ങനെ നടന്ന് നമ്മൾ അമ്പലത്തിൻ്റെ മുമ്പിലെത്തിയിരിക്കുകയാണ്. നല്ലൊരു മനോഹരമായ ദൃശ്യമാണ് കാണുന്നത്. ഈ ബാബ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗുജറാത്തിലെ അഹമ്മദാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ട്രസ്റ്റാണ് ഈ ബാബ്സ്. അമേരിക്ക, ഓസ്ട്രേലിയ, ലണ്ടൻ തുടങ്ങിയ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെറുതും വലുതുമായ ക്ഷേത്രങ്ങൾ ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. അതിലൊന്ന് മാത്രമാണ് ഈ അബുദാബിയിലെ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ താഴെ ചുറ്റുമായിട്ട് ചെറിയ ജലാശയങ്ങളും കാണാൻ പറ്റും. ഇത് ത്രിവേണി സംഗമം എന്ന കോൺസെപ്റ്റിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ പുണ്യനദികളായ ഗംഗ, യമുന, സരസ്വതി എന്നീ നദികളുടെ സംഗമസ്ഥാനം എന്ന സങ്കല്പത്തിലാണ് ചുറ്റുമുള്ള ജലാശയങ്ങളും നീർച്ചാലുകളൊക്കെ ഉള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ ഇരുവശങ്ങളുമായിട്ട് ഇങ്ങനെ ധാരാളം മണങ്ങളും തൂക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവരും വന്ന് അതിലിങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. ക്ഷേത്രത്തിനകത്ത് കയറുന്നതിന് മുമ്പായിട്ട് ഷൂവും ചെരുപ്പുകളൊക്കെ അഴിച്ചു വയ്ക്കാനുള്ള സ്ഥലമാണിത്. നല്ല നീറ്റ് ആൻഡ് ക്ലീനായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വിശാലമായൊരു സ്ഥലം. അങ്ങനെ അവിടെ നിന്ന് പുറത്ത് കിടക്കുമ്പോഴുള്ളൊരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ചെരുപ്പൊക്കെ അവിടെ വെച്ചു. ഇനി നമ്മൾ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കയറാൻ പോവാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയാൻ ധാരാളം പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പതിച്ചിരിക്കുന്ന ടൈലുകളിലുണ്ട് പ്രത്യേകതകൾ. ഇവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. സമ്മറിലൊക്കെ നല്ല ചൂടായിരിക്കും. അപ്പോൾ അതുകൂടി കണക്കിലെടുത്ത് താപനില എത്ര കൂടിയാലും ഈ ടൈലുകൾ ചൂട് പിടിക്കാതിരിക്കാൻ ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത നോൺ ഹീറ്റഡ് ടൈലുകളാണ് ഇവിടെ എല്ലാം ചുറ്റും പതിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര ചൂടുകാലത്തായാലും ഈ ടൈലുകളൊക്കെ തണുത്ത് തന്നെ ഇരിക്കും. ക്ഷേത്രത്തിൻ്റെ ഇൻറ്റീരിയറിൽ ഇറ്റാലിയൻ മാർബിൾസാണുള്ളത്.
രാജസ്ഥാനിലെ പിങ്ക് സാൻഡ്സ്റ്റോൺ ഉപയോഗിച്ചാണ് ക്ഷേത്രത്തിൻ്റെ എക്സ്റ്റീരിയർ ചെയ്തിരിക്കുന്നത്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ആശയം ഉണ്ടാകുന്നത് 2015 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി UAE സന്ദർശിച്ച സമയത്താണ്. തുടർന്ന് 2019 അബുദാബി രാജാവ് ക്ഷേത്ര നിർമ്മാണത്തിനായി 27 ഏക്കർ സ്ഥലം സൗജന്യമായി വിട്ടുകൊടുക്കുന്നു. അങ്ങനെ 2024 ഫെബ്രുവരി 14 ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. പബ്ലിക്കിനായി തുറന്നു കൊടുത്തത് 2024 മാർച്ച് 1 ക്ഷേത്രത്തിനകത്ത് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. ക്ഷേത്രത്തിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല തണുത്ത അന്തരീക്ഷമാണ്. ഇവിടെയും കൊത്തുപണികളുടെ മായക്കാഴ്ചകൾ തന്നെയാണ് ഉള്ളത്. മാർബിൾ ശിലയിലാണ് ഇതെല്ലാം കൊത്തിയിരിക്കുന്നത്. നമുക്ക് അകത്ത് കയറുമ്പോൾ കാണാൻ പറ്റുന്നത് പരമശിവൻ, ശ്രീകൃഷ്ണൻ, അയ്യപ്പൻ തുടങ്ങി 7ഓളം പ്രതിഷ്ഠകളാണ്. ഒരു നോർത്ത് ഇന്ത്യൻ ശൈലിയിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠകളെല്ലാം ഉള്ളത്. ക്ഷേത്രങ്ങളുടെ പുറമേയുള്ള എക്സ്റ്റീരിയറിൽ കാണണം. പൂർണ്ണമായും ശില്പകലകളുടെ വൈവിധ്യമാർന്ന മാസ്റ്റർവിദ്യ വിസ്മയം തന്നെയാണ് ഒരു പ്രധാന ആകർഷണം. രാമായണവും മഹാഭാരതവും ശിവപുരാണവും അയ്യപ്പചരിതവുമെല്ലാം നിറയുന്ന കൊത്തുപണികളാണ് ഈ കാണുന്നതെല്ലാം. $700 കോടിയോളം രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ്. എത്ര വലിയ പ്രകൃതിക്ഷോഭങ്ങളുണ്ടായാലും അതിനെല്ലാം അതിജീവിച്ച് ഒരു കേടുപാടും കൂടാതെ 1000 വർഷത്തോളം ഈ ക്ഷേത്രം നിലനിൽക്കുമെന്നാണ് ഇതിൻ്റെ അണിയറ ശില്പികൾ പറയുന്നത്. ഇന്ത്യയുടെ ഏതു ഭാഗത്തു നിന്ന് വരുന്നവർക്കും അവരുടെ ഇഷ്ടദൈവങ്ങളെ ആരാധിക്കാം. ഇന്ത്യക്കാർക്ക് പുറമെ ശ്രീലങ്ക, നേപ്പാൾ, ഇന്തോനേഷ്യ തുടങ്ങി ഹൈന്ദവ വിശ്വാസമുള്ള എല്ലാവരും ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്. അതുകൂടാതെ വിനോദസഞ്ചാരത്തിന് വരുന്ന ആഫ്രിക്കൻസും യൂറോപ്യൻസും എല്ലാം ഇന്ത്യൻ വാസ്തുവിദ്യയുടെ കൗതുകമാർന്ന കാഴ്ചയാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്.
ചൈന, ആഫ്രിക്ക തുടങ്ങിയ മായൻ നാഗരികത വരെ ഇണചേരുന്നിടത്ത് വസുദൈവ കുടുംബം എന്ന സങ്കല്പത്തിൽ ജാതി മത ഭേദമന്യേ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഈ ക്ഷേത്രം ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെയും UAEയുടെയും ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള കൊത്തുപണികളും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ആന, കുതിര, സിംഹം, പുലി, കടുവ തുടങ്ങിയ ഒട്ടകം വരെയുള്ള ജീവികളുടെ ശില്പവിദ്യകൾ നമുക്കിവിടെ കാണാൻ പറ്റും. പുരാതന ഭാരതത്തിലെ ശിലാക്ഷേത്രങ്ങൾ പോലെ ഇവിടെയും ഇരുമ്പോ സ്റ്റീലോ ഉപയോഗിക്കാതെ ഓരോ ബ്ലോക്കുകളും പരസ്പരം ഇൻ്റർലോക്ക് ചെയ്തുകൊണ്ടുള്ള ഇൻ്റർലോക്കിംഗ് സിസ്റ്റമാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. മരുഭൂമിയിൽ വരുന്ന താമര എന്ന സങ്കല്പത്തിലാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത്. ഈ കാണുന്ന 7 ഗോപുരങ്ങൾ UAEയിലെ 7 എമിറേറ്റ്സുകളെയാണ് സൂചിപ്പിക്കുന്നത്. ക്ഷേത്രത്തിനടുത്ത് തന്നെ വലിയൊരു ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. ഈ കാഴ്ചകളൊക്കെ കണ്ട് ക്ഷേത്രത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് നമുക്ക് ഉണ്ടാവുന്നത്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. നമുക്ക് ഈ ക്ഷേത്രവും പരിസരമൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു നാട്ടിലെത്തിയ ഫീല് തന്നെയാണ്. നല്ലൊരു ആംബിയൻസ് തന്നെയായിരുന്നു. ഈ ഒരു മനോഹരമായ കാഴ്ചകളും കണ്ട് അങ്ങനെ ഇറങ്ങി. അങ്ങനെ നടന്ന് എൻട്രൻസിനോട് എത്തുമ്പോഴേക്കും അവിടെ പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും മേടിച്ച് നമ്മൾ ഇറങ്ങുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. വീണ്ടും ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.